ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ മലയാളം ഡാലി അമ്മുമ്മയുടെ പുഴ എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. കഥയറിഞ്ഞ് കഥ മൗനമായി വായിക്കൂ. തുടർന്ന് ഭാവം ഉൾക്കൊണ്ട് ഉറക്കെ വായിച്ചവതരിപ്പിക്കുമല്ലോ. കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ. കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? അവരുടെ പ്രത്യേകതകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യൂ. കഥാപാത്രങ്ങളെ പട്ടികപ്പെടുത്താം. നോട്ട്ബുക്കിൽ ക്രമമായി എഴുതൂ. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഡാലി അമ്മൂമ്മ, കിളിയാർ, പെരുമ്പാമ്പിൻ കുഞ്ഞ്, ജില്ലാ കളക്ടർ. കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഡാലി അമ്മൂമ്മ കഥയിൽ ആദ്യ അവസാനം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഡാലി അമ്മൂമ്മ. വളരെയേറെ പ്രായമുണ്ട് അവർക്ക്. ഒരു തുരുത്തിൽ അവർ ഒറ്റയ്ക്കാണ് താമസം. പുഴ കയറി കയറി വന്നപ്പോൾ തുരുത്ത് ഉപേക്ഷിച്ചു പോയിട്ടും കിളിയാറിനെ ഉപേക്ഷിച്ചു പോകാൻ ഡാലി അമ്മൂമ്മയ്ക്ക് മനസ്സ് വന്നില്ല. അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി കളക്ടർ വന്ന് അവരെ ബലമായി നഗരത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. പുഴയെ വിട്ടുപിരിഞ്ഞതിൽ വലിയ ദുഃഖമാണ് അമ്മൂമ്മ അനുഭവിച്ചത്. പുഴയെ കൂടി ഫ്ലാറ്റിലെ മുറിയിൽ താമസിക്കാമോ എന്ന് അമ്മൂമ്മ കളക്ടറോട് ചോദിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ പുഴയോടത്താണ് അവർ ജീവിച്ചത്. പുഴയെ പിരിയുമ്പോൾ ഡാലി അമ്മൂമ്മയുടെ ചങ്ക് കിടങ്ങുന്നതും കഥയിലുണ്ട്. ഡാലി അമ്മൂമ്മയും പുഴയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. കഥയവസാനം പുഴയോടൊപ്പം ഡാലി അമ്മൂമ്മയും കടലിലേക്ക് പോകുന്നു. ഡാലി അമ്മൂമ്മയുടെ ജീവിതത്തിന് സ്വാഭാവികതയുണ്ടാകുന്നത് പുഴയോടൊത്ത് ജീവിക്കുമ്പോഴാണ്. സഹജീവികളോടുള്ള അമ്മൂമ്മയുടെ സ്നേഹവും എടുത്തു പറയേണ്ടതാണ്. ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനോട് സ്വന്തം കുഞ്ഞിനോടെന്ന പോലെ അമ്മൂമ്മ പെരുമാറുന്നതും അതിന് തൻ്റെ ചൂട് പകർന്നു കൊടുത്ത് സംരക്ഷിക്കുന്നതും കഥയിലുണ്ട്. കിളിയാർ. ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കിളിയാർ. കിളിയാറിന് മാനുഷിക ഭാവം നൽകിയാണ് കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യരെ പോലെ വികാര വിചാരങ്ങൾ അതിനുമുണ്ട്. കിളിയാറിന് ഡാലി അമ്മൂമ്മയുമായുള്ള ബന്ധം ആഴത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് പുഴ അമ്മൂമ്മയെ അന്വേഷിച്ചിറങ്ങുന്നത്. അമ്മൂമ്മയെ കളക്ടർ വന്ന് നഗരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുഴ ശക്തമായി നിലവിളിക്കുന്നു. അത് പിന്നീട് അങ്ങോട്ട് വിഷാദിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മഴക്കാലം വന്നപ്പോൾ അതിന് കലിയിളകി. നഗരങ്ങളിലെ വഴികളിലൂടെയും നടന്ന് ഡാലി ഡാലി എന്ന് വിളിച്ച് അത് കരഞ്ഞു. ഡാലി അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ 13ാം നിലയിൽ വരെ പുഴ അന്വേഷിച്ചെത്തി. അമ്മൂമ്മയുടെ വാതിലിൽ മുട്ടി വിളിച്ചു. അവർ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കടലിലേക്ക് നീന്തുന്നതും കഥയിലുണ്ട്. ഇവിടെയെല്ലാം പുഴ വ്യക്തിത്വമുള്ള ജീവനുള്ള കഥാപാത്രമായി മാറുകയാണ്. അടുത്തത് പെരുമ്പാമ്പിൻ കുഞ്ഞ്. തണുത്ത് വിറച്ച് മരണാസന്നനായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞ് കഥയിൽ കഥാപാത്രമായി വരുന്നുണ്ട്. ശ്രദ്ധയില്ലാതെ നടന്നോളും എന്ന് പറഞ്ഞ് അമ്മൂമ്മ വഴക്കു പറയുമ്പോൾ അത് ദയനീയമായി അമ്മൂമ്മയെ നോക്കുന്നു. മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പാമ്പിൻ കുഞ്ഞും അമ്മൂമ്മയും സംസാരിക്കുന്നു. ഡാലി അമ്മൂമ്മയുടെ ചൂട് പറ്റി പാമ്പിൻ കുഞ്ഞ് ഉറങ്ങുന്നതിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ മുഖമാണ് വായനക്കാരുടെ മനസ്സിൽ വരുന്നത്. പാമ്പ് എന്ന് കേട്ടാൽ ഭയമുള്ളവർക്കും ഈ കഥയിലെ പാമ്പിൻ കുഞ്ഞിനോട് സ്നേഹമാണ് തോന്നുന്നത്. അടുത്തത് ജില്ലാ കളക്ടർ. തൻ്റെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കഥയിലെ ജില്ലാ കളക്ടർ. ഡാലി അമ്മൂമ്മയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനം നടപ്പിലാക്കാനാണ് ജില്ലാ കളക്ടർ തുരത്തിലെത്തുന്നത്. സൗമ്യമായും വ്യക്തമായും അദ്ദേഹം അമ്മൂമ്മയോട് സംസാരിക്കുന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി അദ്ദേഹം നിർവഹിക്കുന്നു. ഇനി നമുക്ക് ഈ കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ കണ്ടെത്താം. ഈ സന്ദർഭങ്ങൾക്ക് കഥയിലുള്ള പ്രാധാന്യം ചർച്ച ചെയ്യുക. പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദയവ്, കളക്ടറുടെ വരവ്, അമ്മൂമ്മയെ വനിതാ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുന്നു, 13ാം നിലയിലെ ജനലിലൂടെ കടലിളക്കം നോക്കി നിൽക്കുന്ന അമ്മൂമ്മ, ഡാലിയെ തേടി നഗരത്തിലെത്തുന്ന പുഴ, പുഴയെ കെട്ടിപ്പിടിക്കുന്ന അമ്മൂമ്മ. ആദ്യത്തേത് പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദയവ്. നിറഞ്ഞൊഴുകുന്ന പുഴ ഒരു ദിവസം മരിക്കാറായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലി അമ്മൂമ്മയുടെ കുടിലിലേക്ക് തള്ളിയിട്ടു കൊടുത്തു. അയ്യോ പാവം എന്ന് പറഞ്ഞ അമ്മൂമ്മ ആ പെരുമ്പാമ്പിൻ കുഞ്ഞിനെ
ശുശ്രൂഷിക്കുന്നു, അതിനെ സ്നേഹത്തോടെ തലോടുന്നു. പാമ്പിൻ കുഞ്ഞും അമ്മൂമ്മയും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു. ഡാലി അമ്മൂമ്മക്ക് മറ്റ് ജീവജാലങ്ങളോടും സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. പ്രകൃതിയോടിണങ്ങി പ്രകൃതിയുടെ ഭാഗമായി ജീവിച്ച ഡാലി അമ്മൂമ്മയുടെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ഈ സന്ദർഭം. അടുത്തത് കളക്ടറുടെ വരവ്. ഒറ്റയ്ക്ക് പുഴയുടെ തീരത്ത് കഴിയുന്ന ഡാലി അമ്മൂമ്മയെ നഗരത്തിലേക്ക് മാറ്റി താമസിപ്പിക്കാനാണ് കളക്ടർ വരുന്നത്. കഥയിലെ വഴിത്തിരിവാണ് ഈ സന്ദർഭം. എത്ര പറഞ്ഞിട്ടും മാറി താമസിക്കാൻ കൂട്ടാക്കാത്ത അമ്മൂമ്മയെ വനിതാ പോലീസുകാർ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു. അമ്മൂമ്മയുടെ വികാരം മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും കളക്ടർ നിയമമനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. നിയമത്തിനും അപ്പുറത്താണ് ഡാലി അമ്മൂമ്മയും കിളിയാറും തമ്മിലുള്ള ആത്മബന്ധം. അടുത്തത് അമ്മൂമ്മയെ വനിതാ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുന്നത്. വികാരനിർഭരമായ ഒരു സന്ദർഭമാണിത്. ആത്മസുഹൃത്തുക്കളാണ് ഡാലി അമ്മൂമ്മയും പുഴയും. പുഴയെ പിരിയാൻ അമ്മൂമ്മ തയ്യാറാകുന്നില്ല. പുഴയെ പിരിഞ്ഞൊരു ജീവിതം അമ്മൂമ്മയ്ക്ക് സാധ്യമല്ലായിരുന്നു. പുഴയ്ക്കും അങ്ങനെ തന്നെയാണ്. ഉദ്യോഗസ്ഥരോട് എതിർത്ത് നിൽക്കാനുള്ള ശരീരബലം അമ്മൂമ്മയ്ക്കില്ല. ജനിച്ചു വളർന്ന ഇടത്തു നിന്നും വാർദ്ധക്യത്തിൽ പറിച്ചു മാറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന ഹൃദയവേദന വായനക്കാരുടെ ഉള്ളിലും ഉണ്ടാകുന്നു. അടുത്തത് ഡാലിയെ തേടി നഗരത്തിലെത്തുന്ന പുഴ. ഡാലി അമ്മൂമ്മയെ നഗരത്തിലേക്ക് ബലമായി കൊണ്ടുപോയപ്പോൾ അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ നിലവിളിക്കുന്നു. ആ നിലവിളി കേട്ട് ഡാലി അമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. വിഷാദിയായി ഒഴുകിയ പുഴയ്ക്ക് മഴക്കാലമായപ്പോൾ കലിയിളകി. ഡാലിയെ തേടിയായി പിന്നെ പുഴയുടെ യാത്ര. നഗരത്തിലെ വഴികളിലൂടെയൊക്കെ ഡാലി ഡാലി എന്ന് വിളിച്ച് അത് ഒഴുകി. ഒടുവിൽ അത് ഡാലി താമസിക്കുന്ന ഫ്ളാറ്റിന്റെ 13-ാം നിലയുമെത്തി. അവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്ന സന്ദർഭം ഹൃദയസ്പർശിയായ കഥാഭാഗമാണ്. അടുത്ത പ്രവർത്തനം വാക്കെടുക്കാം വരിയെടുക്കാം. താഴെ 2 കോളങ്ങളിലായി കൊടുത്ത പദങ്ങൾ പരിചയപ്പെടൂ. പുഴ, നടന്നു, പാമ്പ്, ചാടി, കുടിച്ചു, അമ്മൂമ്മ, മീൻ, ഇരുന്നു. അടുത്തത് കറുത്ത, വലിയ, പെട്ടെന്ന്, നിറഞ്ഞ, മെല്ലെ, ചെറിയ, ഭംഗിയുള്ള, വേഗത്തിൽ. 2 കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ചു ചെറുവാക്യങ്ങൾ നിർമ്മിക്കുക. ഉദാഹരണം, ഞാൻ വേഗത്തിൽ നടന്നു. ഇനി എന്താ വരുക? പാമ്പ് മെല്ലെ ഇഴഞ്ഞുപോയി. അടുത്തത് പുഴ മെല്ലെ ഒഴുകി. അടുത്തത് അമ്മൂമ്മ ഭംഗിയുള്ള മോണ കാട്ടി ചിരിച്ചു. അടുത്തത് ചായ മെല്ലെ കുടിച്ചു. അടുത്തത് നല്ല ഭംഗിയുള്ള മീൻ. അടുത്തത് കറുത്ത നിറമുള്ള പാമ്പ്. അടുത്തത് വലിയൊരു പാമ്പ് ഇഴഞ്ഞുപോയി. അടുത്തത് കലക്കവെള്ളം നിറഞ്ഞ പുഴ. അടുത്ത പ്രവർത്തനം ഭാവത്തിൽ ഒന്ന് പറയാം. കഥയിലെ വിവിധ സന്ദർഭങ്ങളിൽ കഥാപാത്രങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ഭാവം ഉൾക്കൊണ്ട് സംഘമായി ക്ലാസ്സിൽ അവതരിപ്പിക്കും. നമുക്ക് ഡാലി അമ്മൂമ്മയും കളക്ടറും തമ്മിലുള്ള സംഭാഷണം നോക്കിയാലോ? കളക്ടർ: ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. ഡാലി അമ്മൂമ്മ: തേയില വെള്ളം ഇട്ടോട്ടെ മോനെ. കളക്ടർ: ഡാലി അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഡാലി അമ്മൂമ്മ: ഓ, അത് പുഴയും ഞാനും കൂടെ താൻ തിരിച്ച് തീരുമാനിച്ചയച്ചേണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുത്ത ചെലപ്പം ശിക്ഷ ഇളവ് ചെയ്യാനെക്കൊണ്ട് ചട്ടമുണ്ടെന്ന് പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണ്. അതിങ്ങനെ പല നാടുകള് ചുറ്റണയല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാർക്ക് പിള്ളാരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. കളക്ടർ: അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഡാലി അമ്മൂമ്മ: എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഓടിച്ചൊടിയില്ലടാ. ഈ പുഴയിൽ നല്ല ഒടവല മീൻ കിട്ടും. പിടിച്ച് ചാമ്പവരയിലിട്ട് കഞ്ഞിവെച്ച് കുടിക്കണം. തടി പാലം പോലെ വരും. കളക്ടർ: ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ്. ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഡാലി അമ്മൂമ്മ ഇവിടുന്ന് താമസം മാറ്റണം. ഡാലി അമ്മൂമ്മ: ചായ കൊള്ളാമുട കൊച്ചേ. കളക്ടർ: നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം. ഡാലി അമ്മൂമ്മ: ഈ പുഴയും കൂടെ അതിൻ്റെ അകത്ത് താമസിപ്പിക്കുമോ? കളക്ടർ: ഡാലി അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ത് ടബും ഉണ്ടാക്കിത്തരാം. വരണം. ഡാലി അമ്മൂമ്മ: വരൂല. വയസ്സായ നിന്റെ ഒടപ്പുറന്നോളെ ചാവാൻ വിട്ടിട്ട് നീയാണെങ്കി പോകുമോ? കളക്ടർ: അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ചു കൊണ്ടുപോകേണ്ടി വരും. അടുത്തത് ഹൃദയപൂർവ്വം പറഞ്ഞത്.
ഡാലിയമ്മൂമ്മയും കിളിയാറിനെയും ഇഷ്ടമായില്ലേ? അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഇനിയും അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാകും? ആ സംഭാഷണം എഴുതി നോക്കൂ. പുഴ. ഡാലി, നിന്നെ കാണാതെ ഞാൻ എത്ര വിഷമിച്ചെന്നോ. ഡാലി അമ്മൂമ്മ: നിന്നെ പിരിയാൻ എനിക്കും ആകുമായിട്ടാണോ അവരെന്നെ ബലമായി പിടിച്ചുകൊണ്ടു പോയതല്ലേ? പുഴ: നീ പോയ പിന്നെ ജീവനില്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. ഡാലി അമ്മൂമ്മ: ഞാൻ പോന്നപ്പോൾ നീ ചങ്കുപൊട്ടി നിലവിളിച്ചത് ഞാൻ കേട്ടു. എനിക്ക് നഗരത്തിൽ ചെന്നിട്ട് ഒരു സ്വസ്ഥതയുമില്ലായിരുന്നു. പുഴ: കുട്ടിക്കാലം തൊട്ട് നിന്നെ ഞാൻ കാണുന്നതല്ലേ. നമ്മൾ വർത്തമാനം പറയാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിന്നോട് കുറച്ചു വഴക്കൊക്കെ ഇട്ടാലേ എനിക്കൊരു ഉഷാറുള്ളൂ. ഡാലി അമ്മൂമ്മ: ഒരു വിധമാണ് ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. ഫ്ലാറ്റിലെ ജനലിലൂടെ നോക്കിയാൽ കടലിളക്കം കാണാമായിരുന്നു. ഞാൻ അതും നോക്കിയിരിക്കുമായിരുന്നു. നിന്നെ ഓർക്കാത്ത ദിവസങ്ങളില്ല. പുഴ: ഇനി നിന്നെ ആർക്കും ഞാൻ കൊടുക്കില്ല. എത്ര കഷ്ടപ്പെട്ടാ 13-ാം നിലയുടെ വാതിൽ വരെ എത്തിയെന്ന് എനിക്കേ അറിയൂ. ഡാലി അമ്മൂമ്മ: നമ്മൾ തമ്മിലുള്ള ആത്മബന്ധമൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കറിയാമോ? പുഴ: എന്തായാലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ലോ. അത്രയും സമാധാനം. നമുക്കിനി പഴയ പോലെ കളിച്ച് ചിരിച്ച് വഴക്കിട്ട് ജീവിക്കാം. അടുത്തത് മൊഴിയഴക്. നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും. അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിക്കൂ. ഇതുപോലെയുള്ള പ്രയോഗങ്ങളും പ്രാദേശിക പദങ്ങളും കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. എന്തെല്ലാമായിരിക്കും പദങ്ങള്? മര്യാദിക്ക്, ഊടന്ന്, വങ്ക്, താം തിരിച്ച്, അങ്ങേരിക്ക്, ഒടപ്പിറന്നോളെ, ചുറ്റണയല്ലേ, പുള്ളാരെ കൊണ്ട്, ചൊടിയല്ലല്ലോടാ, തടിപാലം പോലെ, എടുത്തടിച്ചതുപോലെ, ചങ്ക് കിടുങ്ങിപ്പോയി, കേട്ടാ. അടുത്തത് ഭൂമിക്കായി. ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശം ഉയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാഥയിൽ ഉപയോഗിക്കുന്നതിനുള്ള സന്ദേശവാക്യങ്ങൾ, മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാറാക്കൂ. അപ്പൊ എന്തെല്ലാമായിരിക്കും? വരുന്ന തലമുറയ്ക്കും അവകാശപ്പെട്ടതാണ് ഭൂമി. ഭൂമിയെ സംരക്ഷിക്കാം. ഭൂമി മനുഷ്യന്റെയല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ്. മണ്ണും പുഴയും വായുവും മലിനമാക്കരുതേ. അവ പ്രകൃതിയുടെ വരദാനങ്ങളാണ്. ഒരേയൊരു ഭൂമി, നമുക്ക് കാക്കാം ഭൂമിയെ. പ്രകൃതിയാണ് വരദാനം. പ്രകൃതിയെ സ്നേഹിക്കാം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം. മലയും പുഴയും മരങ്ങളും ചേർന്നതാണ് ഈ മനോഹര ഭൂമി. ഭൂമിയെ നമ്മൾ കാത്തെന്നാൽ ഇവിടെ ജീവിതം മനോഹരം. അപ്പൊ ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് നമ്മൾ ചെയ്തു നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പൊ അടുത്ത വീഡിയോ കാണാം.